യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥം 36, 37 അധ്യായങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് പ്രഭാഷകൻ ആരോടാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട്. അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 36:3 പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, അന്യജനതകൾ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ 36:5 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, അന്യജനതകൾ. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ 36 പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, നാശമടയുകയും ചെയ്യട്ടെ. ആരുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ. പ്രഭാഷകന്റെ ഗ്രന്ഥം 36 അധ്യായത്തിൽ ജെറുസലേമിനെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം എന്നാണ് ജെറുസലേമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സിയോനെ എന്തുകൊണ്ട് നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട്. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ടാണ് മറയ്ക്കേണ്ടത്? ഉത്തരം, അങ്ങയുടെ മഹത്വം കൊണ്ട്. കർത്താവിന്റെ ജനത്തിന് അനുഗ്രഹം നൽകിയത് ആരാണ്? ഉത്തരം, അഹ്റോൻ. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആരാണ്? ഉത്തരം, സൂക്ഷ്മബുദ്ധി. സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ദുഃഖം വിതയ്ക്കുന്നത് ആരാണ്? ഉത്തരം, കുടിലബുദ്ധി. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിനു പകരം വീട്ടുന്നത് ആരാണ്? ഉത്തരം, അനുഭവസമ്പന്നൻ. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായ ആഗ്രഹം ഏതാണ്? ഉത്തരം, സ്ത്രീയുടെ സൗന്ദര്യം. അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ്? ഉത്തരം, അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും, ഭാര്യയില്ലാത്തവൻ എന്തു ചെയ്യും? ഉത്തരം, നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഉത്തരം, ഭാര്യ. മരണതുല്യമായ ദുഃഖം ഏതാണ്? ഉത്തരം, സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായതെന്താണ്? ഉത്തരം, ദുഷിച്ച ഭാവന. യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയായി നിൽക്കും. പ്രഭാഷകൻ 37:5 ഇപ്രകാരം പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്ന ചിലരെ കുറിച്ച്. എല്ലാ ഉപദേശകരും എന്താണ് നൽകുന്നത്? ഉത്തരം, മാർഗനിർദ്ദേശം. പ്രഭാഷകൻ 37:8 ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ വീണ്ടും എന്താണ് പറയുന്നത്? ഉത്തരം, ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ഉപദേശം ചോദിക്കരുതാത്തത് ആരോടാണ്? ഉത്തരം, നിന്നെ സംശയിക്കുന്നവനോട്. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുതെന്നാണ് പ്രഭാഷകൻ 37:10 ഉപദേശിക്കുന്നത്? ഉത്തരം, നിന്റെ ലക്ഷ്യം. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ആരോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് എന്ന് പ്രഭാഷകൻ 37:13 ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം, നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശത്തെക്കാൾ വിശ്വാസമായി ഒന്നുമില്ല. എല്ലാറ്റിനുമുപരി എന്തിനു വേണ്ടിയാണ് അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം, സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനു വേണ്ടി. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഉത്തരം, ചിന്ത. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ്? ഉത്തരം, ആലോചനയുടെ. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്ന ചിന്തയുടെ 4 ശാഖകൾ ഏതെല്ലാമാണ്? ഉത്തരം, നന്മയും തിന്മയും ജീവനും മരണവും. നന്മയും തിന്മയും ജീവനും മരണവുമാണ് ചിന്തയുടെ 4 ശാഖകൾ. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. പ്രഭാഷകൻ 37:21 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, വാചാലതയുള്ളവനെ കുറിച്ച്. വാചാലതയുള്ളവന് ഒന്നിലും ജ്ഞാനമില്ല.
ആരാണ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത്? ഉത്തരം ജ്ഞാനി. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. ആരുടെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത്? ഉത്തരം മനുഷ്യന്റെ ദിനങ്ങൾ. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. എന്നാൽ ഇസ്രായേലിന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളതാണ്? ഉത്തരം സംഖ്യാതീതം. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതമാണ്. അമിതാഹാരം എന്തിന് കാരണമാകുന്നു? ഉത്തരം രോഗത്തിന് കാരണമാകുന്നു. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. ദഹനക്ഷയം ഉണ്ടാക്കുന്നത് എന്താണ്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്ത് നിയന്ത്രിക്കുന്നവനും ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് പ്രഭാഷകൻ 37-31 പറയുന്നത്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും.